ഫീ കഫത്തിൻ ഫീ കിഫത്തിൻ തുലാസിന്റെ ഒരു തട്ടിലും വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് ആ തുലാസിന്റെ മറുതട്ടിലും വെച്ചാൽ മാലത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇരിക്കുന്ന തുലാസിനായിരിക്കും കരം തൂങ്ങുക മൂസ. കാണുന്ന 7 ആകാശങ്ങൾ ആകാശങ്ങളും ആ ആകാശങ്ങളിൽ അള്ളയല്ലാത്തതെല്ലാം ഇക്കാണുന്ന ഭൂമി ആ ഭൂമിയിലെ സർവചരാചരങ്ങൾ തുലാസിന്റെ ഒരു തട്ടിൽ ഫീ കിഫ തുലാസിന്റെ ഒരു തട്ടിൽ വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് ആ തുലാസിന്റെ മറുതട്ടിലും വെച്ചാൽ മാലത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏത് തട്ടിലാണ് മൂസ ആ തട്ടായിരിക്കും ഏറ്റവും അധികം കരം തൂങ്ങുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം കരം തൂങ്ങുക. മുസ്ലിമേ, ആ കലിമത്ത് തൗഹീദ് പറഞ്ഞ മുസ്ലിമേ, ആ വാചകത്തോട് എത്രമാത്രം ആത്മാർത്ഥത പുലർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, ആ വാചകം എത്രമാത്രം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, ആ വാചകത്തോട് എത്രമാത്രം നീതി പുലർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീലാൻ എന്ന പ്രദേശത്ത് കളിച്ചു വളർന്ന ബഗ്ദാദിന്റെ മണ്ണിൽ അന്തിയുറങ്ങുന്ന ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ലോകത്തോട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. യാ ഗുലാം കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്. യാ ഗുലാം, ഇസ്ലാമിന്റെ പുത്ര, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു? നിനക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയുന്നു? കാരണം വഫീ ഖൽബിക കം ഇലാഹ്, നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴും നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുമ്പോഴും മൈക്കിലൂടെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പറയുമ്പോഴും അങ്ങനെ ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം നീ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്രയെത്ര ഇലാഹുകളാണ്, നിന്റെ മനസ്സിൽ എത്രയെത്ര കള്ളദൈവങ്ങളാണ്, നിന്റെ മനസ്സിൽ എത്രമാത്രം ആരാധനാമൂർത്തികളാണ്. എന്നിട്ട് നാവ് കൊണ്ട് നീ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. നിനക്ക് ആ വാചകം എങ്ങനെ പറയാൻ കഴിയുന്നു? ഒരുപക്ഷെ നാം സംശയിച്ചേക്കും, നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരും സംശയിച്ചേക്കും, നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷവും സംശയിച്ചേക്കും. അല്ല, നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പറഞ്ഞാൽ പിന്നെ അയാളുടെ മനസ്സിൽ വേറെ ഏത് ഇലാഹാണ് ഉണ്ടാവുക, വേറെ ഏത് ആരാധന ഉണ്ടാവുക? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് അതിന് മറുപടി പറഞ്ഞു പഠിപ്പിച്ചു തരുന്നു. കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതദിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സനമുക. ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടായാൽ, ദുരിതങ്ങളുണ്ടായാൽ, കട്ടതകളുണ്ടായാൽ, കടങ്ങളുണ്ടായാൽ, പ്രയാസങ്ങളുണ്ടായാൽ, അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ഒന്നിനെ നീ ഇഅ്തിമാദ് ചെയ്താൽ, അവലംബമായി സ്വീകരിച്ചാൽ ഫഹുവ സനമുക, അതാണ് നിന്റെ മനസ്സിലെ വിഗ്രഹം. ജീവിതത്തിൽ കട്ടതകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ദുരിതങ്ങളുണ്ടാകും, കടങ്ങളുണ്ടാകും, നഷ്ടങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, മരണങ്ങളുണ്ടാകും, അങ്ങനെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാകും. ആ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്റെ മനസ്സ് ഏതൊന്നിലാണോ അവലംബമാക്കുന്നത്, നിന്റെ മനസ്സ് ഏതൊന്നാണോ സ്വീകരിക്കുന്നത്, നിന്റെ മനസ്സെങ്ങോട്ടാണോ ചായുന്നത്, നിന്റെ മനസ്സ് ഏതൊന്നാണോ തേടുന്നത്, ഫഹുവ സനമുക, അതാണ് നിന്റെ മനസ്സിന്റെ വിഗ്രഹം. ശൈഖ് ജീലാനി അവസാനിപ്പിക്കുന്നില്ല, അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അല്ല മനുഷ്യ, നീ നാവ് കൊണ്ട് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ മനസ്സിലും വേണം, നിന്റെ ഹൃദയത്തിലും വേണം. ഹൃദയത്തിലും അതിന് സ്ഥാനമുണ്ടാകണം. അതിനുള്ള മാർഗം എന്താണെന്നറിയുമോ? ഇജ്അൽ ഖൽബക മസ്ജിദാ, ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ മനസ്സിനെ നീ ഒരു പള്ളിയാക്കണം. പള്ളി വിശാലമാണ്, പള്ളി ബൈത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഭവനമാണ്. അത് സ്വകാര്യ വ്യക്തിയുടേതല്ല, അതേതെങ്കിലും ഒരു പാർട്ടിയുടേതല്ല, അത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കയ്യൂക്ക് കാണിക്കാനുള്ളതുമല്ല. നേരെ മറിച്ച് മസ്ജിദ് എന്ന് പറഞ്ഞാൽ, പള്ളി എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ കേന്ദ്രമാണ്, അല്ലാഹുവിന്റെ ഭവനമാണ്. വർഗീയതയില്ലാത്ത നാഥന്റെ ബൈത്താണ് അല്ലാഹുവിന്റെ പള്ളി. ആ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അത് പരിശുദ്ധമായിരിക്കണം, അത് ശുദ്ധമായിരിക്കണം. ആ ശുദ്ധമായ പള്ളി അല്ലാഹുവിനെ മാത്രം സമർപ്പിച്ചതായിരിക്കണം. എങ്കിൽ ഇജ്അൽ ഖൽബക മസ്ജിദാ, നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മുസൽമാനെ, നിന്റെ മനസ്സിനെ നീ ഒരു പള്ളിയാക്ക്, ശുദ്ധിയുള്ള പള്ളിയാക്ക്, വൃത്തിയുള്ള പള്ളിയാക്ക്, വിശാലമായ പള്ളിയാക്ക്.
ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ആ ഹൃദയമാകുന്ന പള്ളിയിൽ നിന്ന് ഉയരുന്നൊരു വാക്ക് പോലും അല്ലാത്തവരിലേക്കല്ല. ആ പള്ളിയിൽ നിന്ന് അല്ലാത്തവരോടൊരു ദുആ ഇല്ല. ആ പള്ളിയിൽ നിന്ന് അല്ലാത്തവരോട് പ്രാർത്ഥനയില്ല. വിശാലമായ പള്ളി, തുറന്നിട്ട പള്ളി, ആരെയും സ്വീകരിക്കുന്ന പള്ളി, അള്ളാഹുവിന്റെ പള്ളി, അള്ളാഹുവിന്റെ ഭവനം. അങ്ങനെ ഒരു ഭവനത്തിന് സമാനം. ഇജഅൽ ഖൽബക മസ്ജിദ, നിന്റെ ഹൃദയത്തെ തന്നെ ഒരു പള്ളിയാക്ക മനുഷ്യ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ആ ഹൃദയമാകുന്ന പള്ളിയിൽ നിന്ന് അല്ലാത്തവരോടൊരു പ്രാർത്ഥന സംഭവിച്ചുകൂടാ. കമാ ഖാല തആല, കാരണം അങ്ങനെയാണല്ലോ അല്ലാഹു പറഞ്ഞത്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ആ പള്ളിയിൽ വെച്ച് അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുതെന്ന് ഖുർആൻ തന്നെ പറഞ്ഞുവല്ലോ, ഖുർആൻ തന്നെ പഠിപ്പിച്ചുവല്ലോ. അങ്ങനെ പള്ളികൾ അല്ലാഹുവിനുള്ളതാണെങ്കിൽ നിന്റെ മനസ്സിനെയും ഒരു പള്ളിയാക്കി കഴിഞ്ഞാൽ, നിന്റെ മനസ്സാകുന്ന പള്ളിയും അല്ലാഹുവിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ, നിന്റെ മനസ്സാകുന്ന പള്ളിയിൽ നിന്ന് അല്ലാത്തവരിലേക്ക്, റബ്ബല്ലാത്തവരിലേക്ക്, ഇലാഹല്ലാത്തവരിലേക്ക് ഒരു പ്രാർത്ഥന സംഭവിക്കൂലല്ലോ. ശൈഖ് ജീലാനി വിശദീകരിച്ചു, ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പഠിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വെറുക്കുന്ന മഹാപാപമുണ്ട്, അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പാപമുണ്ട്, അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമുണ്ട്. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം, സൃഷ്ടാവ് ഒരിക്കലും പൊറുക്കാത്ത പാപം, ഒരു മനുഷ്യൻ ഐഹിക ലോകത്ത് നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അപരാധം. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഒരിക്കലും ശിർക്ക് എന്ന മഹാപാപം അല്ലാഹു പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിന് താഴെയുള്ള പാപങ്ങൾ ഒരു പക്ഷേ അല്ലാഹു പുറത്തു കൊടുത്തേക്കാം, അല്ലാഹു മാപ്പ് നൽകിയേക്കാം. പക്ഷേ ശിർക്ക് ചെയ്താൽ അല്ലാഹു അത് പൊറുക്കുന്നതല്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച മഹാപാതകം പാപം, ഒരു മനുഷ്യന് നരകം ശാശ്വതമാക്കുന്ന പാപം, ഒരു മനുഷ്യന് സ്വർഗം നിഷിദ്ധമാക്കുന്ന പാപം, ആ പാപമായ ശിർക്ക്. എന്താണ് അതിന്റെ താരീഫ്? എന്താണ് അതിന്റെ വിശദീകരണം? എന്താണ് അതിന്റെ വ്യാഖ്യാനം? എന്തിനാണ് ശിർക്ക് എന്ന് പറയുന്നത്? എന്തിനാണ് ബഹുദൈവാരാധന എന്ന് പറയുന്നത്? എന്തിനാണ് ദൈവത്തിൽ പങ്കുചേർക്കുക എന്ന് പറയുന്നത്? എന്തിനാണ് അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറയുന്നത്? ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വിശദീകരിച്ച് പറയുന്നു, വലൈസ ശിർകു അൻ തഅബുദൽ അസ്നാം. വിഗ്രഹത്തെ ആരാധിക്കൽ മാത്രമല്ല ശിർക്ക്, ഒരു വിഗ്രഹത്തെ വെച്ച് അതിനെ പൂജിക്കൽ മാത്രമല്ല ശിർക്ക്. നേരെ മറിച്ച് വഅൻ തഖ്താറ മാ റബ്ബിക ശൈഅൻ സിവാഹു ഫീ ഹാലത്തിൽ ബലിയ. ജീവിതത്തിലെ ബലാഉകളിൽ, മുസീബത്തുകളിൽ, പ്രയാസങ്ങളിൽ, ദുരിതങ്ങളിൽ അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ഒന്നിനെ നീ ഇഖ്തിയാർ ചെയ്താൽ, അല്ലാഹുവല്ലാത്തതിനെ നീ തിരഞ്ഞെടുത്താൽ, അതും ശിർക്ക് തന്നെയാണ്, അതും അല്ലാഹു പൊറുക്കാത്ത പാപമാണ് എന്ന് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പഠിപ്പിക്കുന്നു. മാന്യ സഹോദരങ്ങളെ ചിന്തിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു ശരിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു ശരിയാണ്. പക്ഷെ എന്താണ് ആ വാചകത്തിന്റെ അർത്ഥം? എന്താണ് ഇതിന്റെ വിശദീകരണമെന്ന് നാം മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം.